ശരി, ഇപ്പോൾ ശ്രീ പി സി ജോർജ് ടെലിഫോൺ ലൈനിൽ. ശ്രീ പി സി ജോർജ്, ഫാദർ മാണി പുതിയിടത്തിന്റെ ഈ വാക്കുകൾ താങ്കൾ ശ്രദ്ധിച്ചുവല്ലോ ഇല്ലേ? കേരള കോൺഗ്രസുകൾ ഒന്നിച്ചു നിൽക്കണം, അതും UDF-ലേക്കാണ് താല്പര്യപ്പെടുന്നത്. മുതിർന്ന വൈദികനായ ഫാദർ മാണി പുതിയിടം, അദ്ദേഹത്തിന്റെ അഭിപ്രായം എന്ന് പറയുന്നത് സഭയുടെ ഒരു നിലപാടായിട്ട് തന്നെ പറയാമല്ലോ. പറയാൻ പറ്റുകയില്ല. സഭയുടെ നിലപാട് അങ്ങനെ പറയാനൊന്നും ഒരു അച്ഛനെ ഞങ്ങളാരും ചോരപ്പെടുത്തിയിട്ടില്ല. അച്ഛൻ പറഞ്ഞ അച്ഛന്റെ അഭിപ്രായം, ഞാൻ അച്ഛനെ പറയാൻ സ്വാതന്ത്ര്യം ഒന്നും നിശ്ചയിക്കാൻ പറ്റില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, നമ്മൾ ഇതുപോലെ അച്ഛന്മാരും കത്തോലിക്ക സഭയും കൂടി കേരള രാഷ്ട്രീയം ഇത്രയും മോശമാക്കി എന്നതാണ് ഏറ്റവും ദുഃഖകരമായ സംഭവം. എന്നിട്ട് കേരള കോൺഗ്രസ് ആരുടെ കേരള കോൺഗ്രസ്സാണ്? ഈ കേരള കോൺഗ്രസിന് ആര് ജീവിയാണ് അതിന് നേതൃത്വം കൊടുത്തത്? സത്യത്തിൽ ഇപ്പൊ എവിടെ പോയി നിൽക്കുന്നു കേരള കോൺഗ്രസ്? കേരള കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ പി ടി ചാക്കോയുടെ പേര് പറഞ്ഞിട്ടുണ്ടാകും. പി ടി ചാക്കോ ജീവിച്ചിരുന്നെങ്കിൽ കേരള കോൺഗ്രസ് ഉണ്ടാവും. അദ്ദേഹം മരിച്ചുകൊണ്ട് കുറെ നേതാക്കന്മാർക്ക് കച്ചവടം ചെയ്യാനും കുറെ കൈക്കൂലി മേടിക്കാനും സമ്പന്നനാകാൻ കഴിഞ്ഞു എന്നുള്ളതല്ല എന്താ കേരള കോൺഗ്രസ് കൊണ്ട് പ്രത്യേക ഗുണം? മാണി മുരളീധരൻ അച്ഛനെ എന്നോടൊന്ന് പറയട്ടെ, ഞാൻ ഒരു ഓപ്പൺ സംവാദത്തിന് അച്ചുകൊണ്ട് തയ്യാറാണ്. അച്ഛൻ ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട് ശ്രീ പി സി ജോർജ്, BJP-യിലേക്ക് വിശ്വാസികൾ പോയാലും അതിനെ എതിർക്കേണ്ട കാര്യമൊന്നുമില്ല, മാത്രമല്ല അങ്ങനെ ഒരു എതിർപ്പ് മുമ്പത്തെ പോലെ ഇല്ല എന്നും അച്ഛൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അച്ഛന് ബോധമുണ്ട്, പകുതി ബോധമുണ്ട്. അതുകൊണ്ട് പറഞ്ഞ അച്ഛൻ പറഞ്ഞ കറക്റ്റാ. BJP പോയി ഞാൻ BJP-കാരനാണ്, ഞാൻ റോമൻ കത്തോലിക്കലാണ്, മനസ്സിലായോ? അല്ലാതെ കൃത്യമായി മാത്രമല്ല റോമന്. പക്ഷേ നമ്മുടെ എത്ര ബിഷപ്പന്മാരിപ്പോ BJP പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്നു, പരസ്യമായിട്ടല്ലാത്ത രഹസ്യമായി. പരസ്യമായിട്ട് നമ്മുടെ അഭിനന്ദ പിതാക്കന്മാരാരും തന്നെ അങ്ങനെ രാഷ്ട്രീയം പറയാറില്ല, അവരുടെ അഭിപ്രായം പറയല. പക്ഷെ എനിക്ക് ബന്ധപ്പെട്ട ബിഷപ്പന്മാർ മുഴുവനും ഞാൻ പോയി സംസാരിച്ച് അവരുടെ എല്ലാ അനുവാദത്തോട് തന്നെയാണ് BJP ചേർന്നത്. അത് കാരണം ഞാൻ BJP ചേർന്നത് കാരണം എല്ലാവർക്കും അറിയാം, എന്നെ രക്ഷിക്കാൻ എപ്പോഴും വന്നത് RSS BJP-യാണ്. അവരോട് നീതി കാണിക്കട്ടെ. ഞാൻ ശബരിമല, ഞാനൊരു പൊതുപ്രവർത്തന, ശബരിമല പിണറായി പെൺകുട്ടികളെ കയറാൻ തുടങ്ങി. ആ പെൺകുട്ടികളെ പറ്റി ഞാൻ മോശം പറയുന്നില്ല, എല്ലാവർക്കും അറിയാവുന്ന ഞാൻ പറയണ്ട. ഞാനത് കയറി തടഞ്ഞു. അത് തടയാതിരിക്കാൻ പറ്റുമോ? അത് തടഞ്ഞപ്പം എന്നെ ചെറുപ്പെടുത്താൻ വന്ന ആരൊക്കെയാ? അതിനെതിരായിട്ട് മുസ്ലിം പള്ളിയിലെല്ലാം പ്രസംഗിക്കുക, അങ്ങനെ മുസ്ലിം തീവ്രവാദികൾ മുഴുവൻ കൂടെ ഇറങ്ങി പുറപ്പെടുക. അങ്ങനെ വന്നപ്പോ എന്റെ സംരക്ഷണത്തിൽ വന്നത് BJP-യുടെ RSS-ന്റെയും സഹാക്കന്മാരും പ്രവർത്തകരാണ്. ആ ബന്ധം എനിക്കുണ്ട്. എന്തിന്? പാലാ ബിഷപ്പ് ലവ് ജിഹാദും നാർക്കോട്ടിക് ജിഹാദും അപകടമാണ്, മക്കളെ നിങ്ങൾ സൂക്ഷിക്കണമെന്ന് പുറങ്ങിയാൽ പള്ളിക്കകത്ത് പ്രസംഗിച്ചു. അതിന് പേര് STP എന്ന് പറയുന്നത് തീവ്രവാദ സംഘടന ജമാഅത്ത് ഇസ്ലാമി. അതുണ്ടെല്ലാം കൂടെ ഒരു 2000 പാലാ അരമനയിലോട്ട് മാർച്ച് നടത്തുന്നത് പിതാവിനെ പേടുത്തിയാൽ കൊല്ലാനായിട്ട്. ഞാൻ അവിടെ ചെന്ന് ചാടിയവനെ. അന്ന് എന്നെ രക്ഷിക്കാൻ വന്ന RS-കാരാ, ക്രിസ്ത്യാനിയല്ല, RS-ആ വന്നത്. അതുകൊണ്ട് ഈ മുസ്ലിം തീവ്രവാദികൾ, മുസ്ലിം എന്ന് പേര് പറയാൻ പറ്റില്ല, തീവ്രവാദികൾ, രാജ്യദ്രോഹികളായ തീവ്രവാദികളെ മുസ്ലിം ഒന്നും ഉപയോഗിക്കണ്ട. ആ തീവ്രവാദികൾ പോക്ക് അപകടകരമാണ്, അവരെ നിലയ്ക്ക് നിർത്തേണ്ടതാണ്. നമ്മുടെ പഹൽഗാമിന് സംഭവം ഒന്ന് ആലോചിച്ച്, അതിന് നേതൃത്വം അതിനാരൊക്കെയാ? നമ്മുടെ ഇന്ത്യ എന്നുള്ളവന്മാർ കൂട്ടുകൂട്ടുന്നു പറഞ്ഞാൽ എന്തൊരു സങ്കടകരമാണ്. അങ്ങനെ എത്രയോ സംഭവങ്ങളുണ്ട്. BJP-യുടെ വളർച്ചയിലൊന്നും ആരും വിഷമിക്കണ്ട. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, എന്തായാലും ഇത്തരത്തിലുള്ള ചർച്ചകൾ ഈ സഭ തന്നെ ഇടപെട്ട് പരസ്യമായിട്ട് ആരും പറയാറില്ല. ഈ കേരള കോൺഗ്രസിനെ എങ്ങനെയെങ്കിലും ഒന്നിപ്പിക്കാനും മാണി വിഭാഗത്തെ UDF-ൽ എത്തിക്കുവാനുമുള്ള അണിയറ നീക്കങ്ങൾ നടക്കുന്നുണ്ട് എന്ന അച്ഛന്റെ വാക്കുകൾ തന്നെ വ്യക്തമാക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഇങ്ങനെ സഭ ഇടപെടുന്നുണ്ട് ഇക്കാര്യത്തിൽ. സ്വന്തം അഭിപ്രായം തന്നെ, സഭയ്ക്ക് ഒരു ബന്ധമില്ല. സഭയ്ക്ക് മാണി ഗ്രൂപ്പ് എന്ന് പറയാം, മാണി ഗ്രൂപ്പ് KM മാണി പോയി. KM മാണി എന്ന വലിയ മനുഷ്യൻ അങ്ങനെ ഭീകരമായി ഉപദ്രവിച്ച മകൻ, ആ അപ്പഴെ തല്ലിയ മകനെ ആര് സ്വീകരിക്കാന്? പാലാ നീളത്തിൽ നിൽക്കാതെ ഞാൻ വെല്ലുവിളിക്കുക, പാലാ നീളത്തിൽ അടുത്ത ഇലക്ഷൻ നിൽക്കാൻ നിൽക്കുമോ? അതേ ധൈര്യം ഉണ്ടായിട്ട് കെട്ടിവെച്ച് കൊടുക്കാതെ ജനങ്ങള്. മാണി സാറിനെ സ്നേഹിക്കുന്നവർ വോട്ട് ചെയ്യല, മാണി മിനിസ്റ്റർ വോട്ട് ചെയ്യല. ആര് വോട്ട് ചെയ്യാനില്ല? അയാളെ ഒരു പാർട്ടി കൊണ്ട് നടക്കുക. ആ പാർട്ടി CPM പിണറായിയെ കൊണ്ട് നടക്കാം. കാരണം പിണറായി വിജയന് ആരെങ്കിലും ക്രിസ്ത്യാനിയെ വേണമല്ലോ. അതല്ലാതെ ക്രിസ്ത്യാനിയുടെ പ്രാതിനിധ്യം മാണി ഗ്രൂപ്പിന് എന്ന് പറയരുത്, ജോസ് കെ മാണി ഗ്രൂപ്പിന് പറയരുത് എന്നാണ് എൻ്റെ അഭിപ്രായം. അതിനൊരു അർത്ഥമില്ല. എന്തിന് അവസാന നാളുകളിൽ ഞാൻ അതിന് ചരിത്രമൊന്നും പുറത്തു പറയാത്തതല്ലേ, അവസാന നാളിൽ മാണി സാറിനെ സംരക്ഷണം കൊടുത്ത് ഞാൻ ആ വീട്ടിൽ നിന്ന് അദ്ദേഹം രാവിലെ വിളിച്ചിട്ട് ഞാൻ അദ്ദേഹത്തിന് വീട്ടിൽ ചെന്നവനാ. രാവിലെ 7 മണിക്ക് കട്ടൻ കാപ്പി കൊടുത്തിട്ടില്ല. മകനും പെണ്ടാട്ടിയൊക്കെ ഉണ്ടായിരുന്നില്ല അവിടെ. ഞാൻ ചീത്ത വിളിച്ചപ്പോഴാ ആ ഒരു സ്ത്രീ ചായ ആയിട്ട് വന്ന് കട്ടൻ കാപ്പിയായിട്ട് മാണി സാറിനെ. ഞാൻ ചോദിച്ചു അവളോട്, നീ എന്തെങ്കിലും കൂട്ടാത്തെ? അപ്പൊ അവള് പറഞ്ഞു അവർ സമ്മതിക്കാഞ്ഞിട്ടാന്ന്.
മാണിസാറിന്റെ ഒരു കാപ്പി കൊടുത്തു ഒറ്റ കൂടിയാ പാവം അന്ന് ശരി, ഇതിനകത്ത് മാണി പുതിയിടം പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട്, ഫാദർ പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട്. ശ്രീ PC ജോർജ്, ഇപ്പോൾ വെള്ളാപ്പള്ളി പറഞ്ഞ ചില വിമർശനങ്ങളുണ്ടല്ലോ ലീഗിനെതിരെയും മുസ്ലിം സമുദായത്തിനെതിരെയും ഒക്കെ. ഒരു മുസ്ലിം മുഖ്യമന്ത്രി ആയതുകൊണ്ട് കുഴപ്പമില്ല, ലീഗ് മുഖ്യമന്ത്രി എന്ന കാര്യവും ഫാദർ മാണി പുതിയിടം പറഞ്ഞിട്ടുണ്ട്. ലീഗിന്റെ ആള് മുഖ്യമന്ത്രി ആയിക്കോട്ടെ, അതായത് മുസ്ലിം സമുദായത്തിൽ നിന്ന് ഒരാൾ മുഖ്യമന്ത്രി ആയിക്കോട്ടെ. ഭൂരിപക്ഷം നിയമസഭ 140 MLA-മാരുണ്ട്, 71 പറഞ്ഞ പിന്തുണ മുഖ്യമന്ത്രി. അതിന് അച്ഛൻ്റെ ഔദാര്യമൊന്നും വേണ്ട. മുസ്ലിം ലീഗിന്റെ കുഞ്ഞാലിക്കുട്ടിയെ മുഖ്യമന്ത്രിയാക്കാൻ ക്രിസ്ത്യാനിയില്ലാതെ നടക്കുന്ന ഈ അച്ഛനല്ലാതെ വേറെ വിവരമുള്ള ക്രിസ്ത്യാനി ഒന്നും പറയാൻ എനിക്ക് തോന്നുന്നില്ല. കുഞ്ഞാലിക്കുട്ടി ഒരു വർഗീയവാദിയാണ്, അത് ഞാൻ സമ്മതിച്ചു, ഫാസിസ്റ്റുമല്ല. പക്ഷേ മുസ്ലിം വർഗീയവാദത്തിന് തടയിടുന്നത് തുല്യമാണത്. വെള്ളാപ്പള്ളി പറഞ്ഞ് മുഴുവൻ സത്യമാണ് വിശ്വസിക്കുന്നത് ഞാൻ. വെള്ളാപ്പള്ളി പറഞ്ഞ് 100% ഞാൻ അനുകൂലിക്കുക, ഒരു സംശയം വേണ്ട. അതുകൊണ്ട് മാണി അച്ഛൻ ഇങ്ങനെ പലതും പറയും, അതൊന്നും നിങ്ങൾ മുഖവരയ്ക്ക് എടുക്കരുത്. PC ജോർജ്, അദ്ദേഹം വെള്ളാപ്പള്ളിക്ക് നൽകിയ മറുപടി കൂടി അതുകൂടി കേൾക്കാം ഫാദർ മാണി പുതിയിടത്തിന്റെ വാക്കുകളിലേക്ക്. ശരി PC ജോർജ്.